നടപടിക്കെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കും. രജിസ്ട്രാർ KS അനിൽകുമാറിനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹർജി നാളെ പരിഗണിക്കുമ്പോൾ പിൻവലിക്കുന്നതായി അറിയിക്കും. വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, ഇന്നാണിപ്പോൾ രജിസ്ട്രാറിനെ തിരിച്ചെടുക്കാനുള്ളതിൽ തീരുമാനമായത്. അതിന് പിന്നാലെയുള്ള ഒരു സ്വാഭാവിക നടപടി തന്നെയല്ലേ ഇത്? സ്വാതി, ഗവർണർ പങ്കെടുക്കേണ്ട ചടങ്ങ് റദ്ദാക്കാൻ ഡോക്ടർ KS അനിൽകുമാർ നിർദ്ദേശിച്ചതിന്റെ പേരിലാണ് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു രജിസ്ട്രാർ. എന്നാൽ ഹൈക്കോടതി ഇതിന് സ്റ്റേ അനുവദിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം സ്റ്റേ അനുവദിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു ചിത്രം, ഭാരതാംബയുടെ ചിത്രം എങ്ങനെ മതചിഹ്നമാകും, അല്ലെങ്കിൽ ഇത് എന്താണ് കുഴപ്പം തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. വലിയ തോതിൽ അതിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഈ സസ്പെൻഷൻ നടപടി സംബന്ധിച്ചുള്ള നിയമപ്രശ്നം അത് VC യുടെ കൂടി അഭിപ്രായം കേട്ട ശേഷം, വാദം കേട്ട ശേഷം ഇതിൽ തീരുമാനമെടുക്കാം എന്ന് ജസ്റ്റിസ് നഗരേഷ് വ്യക്തമാക്കി നാളെ രാവിലെ ഹർജി പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്, രജിസ്ട്രാർ തിരിച്ചെടുക്കുന്നതും. സ്വാഭാവികമായും നാളെ ഈ ഹർജി വരുമ്പോൾ രജിസ്ട്രാർ തിരിച്ചെടുത്ത നടപടി കോടതിയെ അറിയിക്കുകയും ഈ ഹർജി പിൻവലിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും നാളെ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് രജിസ്ട്രാർ തിരിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള ഹർജി നിലനിൽക്കുന്നതല്ല. ഈ സാഹചര്യത്തിൽ ഹർജി പിൻവലിക്കും. ശരി ഷബ്ന, സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയാണ് കേരള സർവകലാശാല രജിസ്ട്രാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കുന്നത്.